അതിരപ്പള്ളി വെള്ളച്ചാട്ടം വളരെയധികം പ്രകൃതി മനോഹരവും ശാന്തസുന്ദരവുമായ ഒരു വെള്ളച്ചാട്ടം. ആഗോളതലത്തിലും ദേശീയ തലത്തിലും വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രകൃതി മനോഹരതയും അതുപോലെ തന്നെ ആ പരിസര പ്രദേശത്തെ കാനന ഭംഗിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആകർഷകമാണ്. ആ പരിസരത്ത് ചെന്ന് കഴിയുമ്പോൾ ചുറ്റുപാടുമുള്ള കാനന ഭംഗിയും അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരിതയും ആ പരിസരം നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും വളരെയധികം ആകർഷകമാണ്. വളരെയധികം വൃത്തിയും അതുപോലെ തന്നെ വളരെയധികം പരിപാവനമായി ആ പരിസരം സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളോ വേസ്റ്റോ അതുപോലെ തന്നെ ഒന്നും തന്നെ അവിടെ ഇല്ല. അതേസമയം നമുക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവിടെയുണ്ട്. ധാരാളം ഹോട്ടലുകളും ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ലോഡ്ജുകളും എല്ലാം തന്നെ ആ പരിസരത്ത് നമുക്ക് ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും കിട്ടാവുന്ന അന്തരീക്ഷമുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആളുകളെ സംബന്ധിച്ച് ആസ്വദിക്കുവാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പ്രകൃതി മനോഹരമായ വെള്ളച്ചാട്ടം എന്തുകൊണ്ട് നമ്മളെ ഹഠാതാകർഷിക്കും. ആ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്ത് നിന്ന് നമ്മൾ നാനാ ദിശകളിലേക്ക് നോക്കുമ്പോൾ കാനന ഭംഗി എന്തുകൊണ്ടും വളരെയധികം ആകർഷകമാണ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ചാലക്കുടി മുതൽ വാൽപ്പാറ വരെ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ധാരാളം നമുക്ക് പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കാണുവാൻ സാധിക്കും. കാടിൻ്റെ ഉള്ളിലൂടെ കാനന ഭംഗി കണ്ട് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ വേറൊരു വെള്ളച്ചാട്ടം കൂടി തുമ്പൂർ മൊഴി, അവിടെയും നമുക്ക് കണ്ട് അത് ആസ്വദിച്ച് പോകാൻ സാധിക്കും. വളരെയധികം നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ അതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ വാഴച്ചാൽ വളരെയധികം മനോഹരമായ സ്ഥലമാണ് വാഴച്ചാൽ. അത് കഴിഞ്ഞാൽ പിന്നെ ധാരാളം അങ്ങനെ വാൽപ്പാറ, മലക്കപ്പാറ, അങ്ങനെ ധാരാളം കാനന ഭംഗി ആസ്വദിക്കാവുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. പ്രകൃതി മനോഹരവും കൃത്രിമമല്ലാത്ത പ്രകൃതിയിൽ നിന്നും ലഭ്യമായ ഈ കാഴ്ചകൾ എന്തുകൊണ്ടും നമ്മുടെ മനസ്സിന് ആകർഷകവും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷവും ഉന്മേഷവും ലഭിക്കാവുന്ന ഒരു യാത്രയാണ്. ഒരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് ധാരാളം സാധ്യതയുണ്ട്. കാനന ഭംഗി, പ്രകൃതി മനോഹരമായ പ്രകൃതിയിലൂടെയുള്ള ആ യാത്ര നമ്മെ സംബന്ധിച്ച് അവിസ്മരണീയമായിരിക്കും. അതുപോലെ തന്നെ ഒരു AC അറ്റ്മോസ്ഫിയർ, ഒരു എയർ കണ്ടീഷൻ അറ്റ്മോസ്ഫിയറിലേക്ക് കടന്ന ഒരു പ്രതീതി നമുക്ക് വനത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടുകളും പരിസരങ്ങളും കാണുമ്പോൾ നമുക്ക് പ്രകൃതിയുടെ ആ അതിമനോഹരമായ കാഴ്ചകൾ എന്തുകൊണ്ട് നമ്മുടെ സ്മരണയിൽ നിലനിർത്തി പോകാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ എന്തുകൊണ്ടും കഴിയുന്നതും ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ തുമ്പൂർ മൊഴി ഗാർഡനും മലക്കപ്പാറയും വാൽപ്പാറയും എല്ലാം തന്നെ സന്ദർശിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമുക്ക് എല്ലാ തരത്തിലും മനസ്സിന് ഉത്സാഹവും ഉന്മേഷവും കിട്ടും. ചാലക്കുടിയിൽ നിന്ന് നമുക്ക് യാത്ര ചെയ്തതിന് വളരെ റോഡുകളെല്ലാം തന്നെ വളരെയധികം നല്ല വൃത്തിയും റോഡ് നല്ല വൃത്തിയായ അത്ര സൗകര്യമുണ്ട്. റോഡുകൾക്കൊന്നും എല്ലാം മെയിൻ്റെനൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നും ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ബസ്സുണ്ട് അതിരപ്പള്ളിക്ക്. ഈ ബസ് യാത്രയാണ് കൂടുതലും നല്ലതാണെന്ന് പറയാൻ കാരണം നമുക്ക് ബസ്സിൽ ഉയർന്ന സീറ്റിലിരിക്കുമ്പോൾ കാനന ഭംഗി നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ സാധിക്കും. കാർ യാത്രക്കായും കൂടുതൽ നമുക്ക് കാഴ്ച കിട്ടുവാനും ആസ്വദിക്കുവാനും നല്ലത് ബസ് യാത്രയാണ്. ഇപ്പോൾ കാറുമായിട്ട് വരുന്ന ആളുകൾ ചാലക്കുടിയിൽ അത് പാർക്ക് ചെയ്തിട്ട് ബസ്സിന് പോവുകയാണെങ്കിൽ നമുക്ക് വളരെയധികം കാഴ്ചകൾ കണ്ട് കാനന ഭംഗി കണ്ട് ആസ്വദിച്ച് പോകാനുള്ള സൗകര്യം കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച, ആ പ്രകൃതി മനോഹരമായ കാഴ്ച, പരിസരങ്ങളും ചുറ്റുപാടുകളും എന്നും നമ്മുടെ മനസ്സിൽ ഒരു അനുഭൂതി
ഉണർത്തുന്നതാണ്. ഇത്തരത്തിലുള്ള ധാരാളം ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ കിഴക്കൻ മലയായ പശ്ചിമഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് എത്രയോ ടൂറിസ്റ്റ് സെൻറ്ററുകളാണുള്ളത്. വളരെയധികം പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കണമെങ്കിൽ കാലങ്ങളോളം യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സമയമുള്ള സമയത്ത് ഘട്ടം ഘട്ടമായി യാത്ര ചെയ്യുക. അതിനൊക്കെ സാമ്പത്തിക ചിലവുകളും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മളിപ്പോൾ തന്നെ അതിനുള്ള സാമ്പത്തിക പ്ലാനുകളൊക്കെ ചെയ്ത് നമ്മുടെ വാർദ്ധക്യകാലം അതുപോലെ തന്നെ നമ്മുടെ ലെഷർ ടൈമുകളെല്ലാം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ചെയ്യുക. അതിനുള്ള സാമ്പത്തിക പ്ലാനിങ്ങുകളുടെ പാക്കേജുകൾ ധാരാളം ലഭ്യമാണ്. എൻ്റെ പേര് PO ദേവസി. LICയുടെ ചീഫ് അഡ്വൈസറായും പ്രവർത്തിക്കുന്നു, ഏജൻ്റായും പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 45 വർഷമായി ഇൻഷുറൻസ് വിൽപ്പനയും വിൽപ്പനാനന്തര സേവനവുമായി പ്രവർത്തിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ള ധാരാളം അറിവുകളും അനുഭവ സമ്പത്തും അതുപോലെ തന്നെ ഇതിൻ്റെ നിയമവശങ്ങളെല്ലാം തന്നെ വളരെയധികം അനുഭവ സമ്പത്തോടു കൂടിയ ഒരു പ്രൊഫഷനായി കൊണ്ടുനടക്കാൻ സാധിക്കുന്നു. സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. ഞാൻ ആലുവ ക്രിസ്ത്യൻ കോളേജിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഏജൻസി എടുത്തതാണ്. ബിരുദാനന്തരം മുഴുവൻ സമയ ഏജൻ്റായി പ്രവർത്തിക്കുന്നു. സാങ്കേതിക വിദ്യയാണെങ്കിൽ ഡിജിറ്റൽ സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്തി പോളിസികളുടെ സേവനങ്ങളും വിൽപ്പനാനന്തര സേവനങ്ങളും ചെയ്തു നൽകുന്നു. അതുപോലെ തന്നെ വിൽപ്പനയും എല്ലാം തന്നെ ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ വഴി പോളിസി നൽകുന്നത്. ഓൺലൈനായിട്ട് തത്സമയം പോളിസി തരാനുള്ള എല്ലാ സൗകര്യവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല പ്ലാനുകൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുവാനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തിയുടെ സമ്പാദനത്തിനും ആവശ്യമായ പ്ലാനുകൾ സെലക്ട് ചെയ്യുന്നതിനും ബന്ധപ്പെടുക. PO ദേവസി, ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ ആൻഡ് ഏജൻറ്റ്. മൊബൈൽ നമ്പർ 94 46 21 50 19. സൂം പ്ലാറ്റ്ഫോം വഴി ഈ പോളിസികളെ പറ്റി ഡെമോ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിനും തുടർന്ന് നമ്മൾക്കിടെ തൃപ്തികരമാണെങ്കിൽ പോളിസി എടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ സൂം പ്ലാറ്റ്ഫോമത്തിന് ബുക്ക് ചെയ്യുക. വാട്സാപ്പ് വഴിയായിട്ട് നമുക്ക് മെസ്സേജ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ സമയം ഫിക്സ് ചെയ്ത് സൂം പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഈ സേവനം നമുക്ക് ലഭ്യമാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.